الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب إن رحمة الله قريب من المحسنين. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഅറാഫിലെ 56-ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ, ഭൂമിയിൽ നന്മ വരുത്തിയതിന് ശേഷം നിങ്ങൾ അവിടെ ഫസാദ് ഉണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്. വദുഊഹു ഖൗഫൻ വതമഅ, ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹുവിൻ്റെ കാരുണ്യം സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്ക്, നന്മ ചെയ്യുന്നവർക്ക് സമീപസ്ഥമാകുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ വാചകം ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം ലഭിക്കുന്ന കാര്യമാണ് നന്മ ചെയ്യുക എന്നുള്ളത്, സുഹൃതങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റബ്ബ് അവരുടെ സമീപസ്ഥനാണ് എന്ന ഒരു സന്തോഷ വാർത്ത ഈ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സൽക്കർമ്മം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കും, കരുണ ലഭിക്കും എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ ആയത്തിലെ അവസാനത്തെ ഈ വാചകത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഖുതുബയിൽ ഏതാനും ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ സഹോദരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി ബഅദൽ ഫറായിദ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ, പ്രവർത്തികളിൽ നിർബന്ധമായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അവരിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അഥവാ നിർബന്ധമായി നമ്മൾ എല്ലാവരും ചെയ്യേണ്ട, അനിവാര്യമായും ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ, നോമ്പ് പോലെ റബ്ബ് നിർബന്ധമാക്കിയ കാര്യങ്ങളുണ്ട്. ആ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്ത ഒരടിമ, അത് പ്രവർത്തിച്ച ഒരടിമ, ആ അടിമയിൽ നിന്ന് പിന്നെ അയാൾ ചെയ്യുന്ന ഏത് കാര്യമാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന കാര്യം ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം എന്നാണ്. ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം, മുസ്ലിമായ മനുഷ്യരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഫറളായ കാര്യം. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. നോക്കൂ, നിങ്ങൾ എത്രമാത്രം ചെറിയ ഒരു വചനമാണ്. ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം, മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക, നമ്മുടെ സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുക, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഹദീത്തിന്റെ വാചകം വന്ന ഇതിനെ ഒന്നുകൂടെ വിശദീകരിക്കുന്ന മറ്റൊരു ഹദീത്തിൽ കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, അന്ന റജുലൻ ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ ആരാണ്? വഅയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, മനുഷ്യർ പ്രവർത്തിക്കുന്ന പ്രവർത്തികളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തില് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ്? റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മുസ്ലിമായ മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ രണ്ട് ഹദീത്തുകളിൽ വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീത്തിന്റെ തൊട്ടടുത്ത വാചകങ്ങളിൽ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് മുസ്ലിമായ മനുഷ്യനെ സന്തോഷിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഔ തക്ഷിഫു അൻഹു കുറുബ, അവന്റെ കുറുബത്ത്, ഒരു മനുഷ്യന്റെ കുറുബത്ത്, പ്രയാസങ്ങൾ നീക്കുക, ഔ തത്റുദു അൻഹു ജൂഅൻ, വിശക്കുന്ന മനുഷ്യനെ അവന്റെ വിശപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തുക, അവന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, ഔ തഖ്ലീ അൻഹു ദൈനൻ, അവന്റെ കടം വീട്ടാൻ സാവകാശം കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഇതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഈ ഹദീത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, ഒരു മുസ്ലിമായ മനുഷ്യനെ സന്തോഷിപ്പിക്കുക, അതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ പ്രയാസങ്ങൾ നീക്കുക, ഒരു മനുഷ്യൻ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ഒരു മനുഷ്യന്റെ കടബാധ്യതകൾ, നമ്മളിൽ നിന്ന് കടം വാങ്ങിയതാണ് എങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക, അല്ലെങ്കിൽ അവധി നീട്ടിക്കൊടുക്കുക, വേറെ ഒരാളിൽ നിന്നാണെങ്കിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അവന്റെ കടബാധ്യത ഏറ്റെടുക്കുക. ഇതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് ഹൃദയങ്ങളെ കീഴടക്കുന്ന നന്മകളാണ്. ഇത് ഹൃദയങ്ങളെ കീഴടക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, നമ്മുടെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണിത്. അതോടൊപ്പം തന്നെ ഞാൻ ഈ എണ്ണിപ്പറഞ്ഞ ഹദീത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചുറ്റുപാടിലുള്ള ആളുകൾ അവരുടെ ആഗ്രഹം, അവരുടെ ഇഷ്ടം കൊതിച്ചുകൊണ്ടാകരുത് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇത് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും? മനുഷ്യന്മാരൊക്കെ ഇഷ്ടപ്പെടും. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇഷ്ടമുണ്ടാക്കുന്ന, അവരുടെ ഹൃദയങ്ങൾ കീഴടക്കുന്ന നന്മകളായിക്കൊണ്ടാണ് ഈ ഹദീത്തിൽ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ വിഷയം എന്താ? ഹൃദയത്തിൽ സന്തോഷം നിറക്കുക എന്നുള്ളതാണ്. ഇദ്ഖാലു സുറൂർ,
മനുഷ്യന്മാരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. അപ്പൊ നമ്മുടെ കടമയാണ്, ഒരു വിശ്വാസിയുടെ കടമയാണ് മനുഷ്യരുടെ മനസ്സുകളെ പ്രയാസപ്പെടുത്താതിരിക്കുക, അവർക്ക് സന്തോഷം കൊടുക്കുക. എങ്ങനെയാണ് ഈ സന്തോഷം കൊടുക്കേണ്ടത്? തിന്മകൾ ചെയ്തുകൊണ്ടല്ല, തോന്നിവാസങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, അശ്ലീലതകൾ പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് മതപരമായ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊരാളുടെ പ്രയാസങ്ങൾക്കിടയിൽ അവർക്ക് ആശ്വാസം നൽകുക എന്നത് ഇബാദത്താണ്. നമ്മുടെ ചുറ്റുപാടിൽ പ്രയാസപ്പെടുന്ന കുറേ മനുഷ്യന്മാരുണ്ട്, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് ഇബാദത്താണ്. അതവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. ഒരാളുടെ സങ്കടം മാറ്റി അയാൾക്ക് ആശ്വാസം നൽകുക, അയാളെ ഒന്ന് ചിരിപ്പിക്കുക, അല്ലെങ്കിൽ അയാളുടെ മനസ്സിന്റെ ഭാരം കുറക്കുക, ഇതൊക്കെ എന്താണ്? ഇബാദത്താണ്. ഇതൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ കുറെ ആളുകളെ കാണുമ്പോൾ ചിരിക്കാറുണ്ട്. ആ ചിരിക്കുന്നത് ഇബാദത്താണ്. ഒരുപക്ഷെ നമ്മുടെ ചിരിയിലൂടെ ഒരല്പസമയം അയാളൊന്ന് സന്തോഷിക്കുന്നുണ്ട്, അയാൾക്കൊരു ആഹ്ലാദം ഉണ്ടാകുന്നുണ്ട്, അല്ലെ? അയാളുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് അയാൾ എത്തുന്നു. നമ്മൾ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു, ഒന്ന് സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അതൊരു മനുഷ്യന് ലഭിക്കുന്ന തണൽ, ആശ്വാസം എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ചെയ്യുന്ന നന്മകൾ വെറുതെയാകില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. അല്ലാഹു പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മക്കുള്ള പ്രതിഫലം നന്മയല്ലാതെ മറ്റൊന്നാണോ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരാളെ സന്തോഷിപ്പിച്ചാൽ, നമ്മളൊരാൾക്ക് ആശ്വാസം പകർന്നാൽ അതിന് കൂലി നമുക്ക് കിട്ടും. ആ പ്രവൃത്തി അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മരുഭൂമിയിൽ തളർന്നു നിൽക്കുന്നവന് ലഭിക്കുന്ന ഒരു തണൽ മരം പോലെയാണ് സങ്കടപ്പെടുന്നവന് ലഭിക്കുന്ന ഒരു പുഞ്ചിരി എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മളൊരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചുട്ടുപൊള്ളുന്ന തണലാണ്, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ആ യാത്രക്കിടയിൽ ഒരു മരം കണ്ടാൽ, ഒരു തണൽ മരം കണ്ടാൽ നമുക്ക് അയാൾക്ക് എത്ര ആശ്വാസം ഉണ്ടാകും. അതേപോലെയാണ് പ്രശ്നങ്ങളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിന്റെ സഹോദരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുന്നത് സ്വതഖയാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാമ്പത്തികമായ ചെലവുകളും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മയാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ സന്തോഷിപ്പിക്കുക. ഒന്ന് ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് കേട്ടുകൊണ്ട്. ഞാൻ ഈ അടുത്ത് വായിച്ചു, പാശ്ചാത്യ നാടുകളിൽ, വിദേശ നാടുകളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖല എന്താ അറിയോ? കുറെ ആളുകൾ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖല മനുഷ്യന്മാരുടെ സങ്കടം കേൾക്കുക, മനുഷ്യന്മാരുടെ സങ്കടങ്ങൾ കേൾക്കുക. ആളുകൾ മറ്റുള്ളവരെ കേൾക്കാൻ ഇന്ന് ആളുകളില്ലാത്തൊരവസ്ഥയാണ്. ആളുകളുടെ സങ്കടങ്ങൾ കേൾക്കാൻ, അവർ പറയുന്നത് കേൾക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല തൊഴിലായി മാറി എന്ത്? നമ്മുടെ നമ്പർ കൊടുക്കുക, നമ്മൾ ആ തൊഴിൽ ചെയ്യാൻ റെഡിയാണെങ്കിൽ നമ്മളെ ആളുകൾ വിളിക്കും. 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ ആളുകൾ നമ്മളെ വിളിക്കും. നമ്മളൊന്നും പറയണ്ട, ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണ്ട, അവര് പറയുന്നതൊക്കെ കേൾക്കുക, എന്നിട്ട് മൂളിക്കൊടുക്കുക, അവര് പറയുന്നതൊക്കെ അംഗീകരിച്ചു കൊടുക്കുക. കാരണം അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ ആളുകളെ അന്വേഷിക്കണം മനുഷ്യന്മാര്, അവരുടെ സങ്കടങ്ങൾ കേൾക്കുക. ഇത് വലിയൊരു തൊഴിലായി മാറണം, ഒരു വലിയ തൊഴിൽ മേഖലയായി മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. മനുഷ്യന്മാരെ കേൾക്കാൻ ആളുകളില്ലാത്ത, മനുഷ്യന്മാരുടെ സങ്കടങ്ങൾ പരിഹരിക്കാൻ വേദികളില്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം മനുഷ്യന്മാരുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്നത് പുണ്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചത്. അത് പടച്ചോന് ഇഷ്ടമാണെന്നാ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നല്ലാഹ തആല കരീമുൻ യുഹിബ്ബുൽ കറമ, ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നവർക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകും. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ എന്ത് ചെയ്യുക? വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കണം. മഹാനായ യഹ്യ ബിൻ മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, വിശ്വാസികളോട് നീ കാണിക്കേണ്ട 3 ഗുണങ്ങളിൽ, 3 കാര്യങ്ങളിൽ ഒന്ന്, നിനക്കവനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അവനെ ദുഃഖിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ദുഃഖിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അതിനുള്ള വഴി എന്താ? ഒന്ന്, മറ്റുള്ളവരെ അംഗീകരിക്കുക. അവരംഗീകരിക്കുക എന്നുള്ള അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അവർക്ക് ഹദിയ നൽകുക, സമ്മാനങ്ങൾ കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യണം? സമ്മാനങ്ങൾ കൊടുക്കണം. അതിന് പ്രത്യേക സബബൊന്നും വേണ്ട, കാരണമൊന്നും വേണ്ട. നമ്മൾ മറ്റുള്ള ആളുകളുടെ ഇഷ്ടം ലഭിക്കാൻ, സ്നേഹം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച കാര്യം. മക്കൾക്ക് സമ്മാനം കൊടുത്തു നോക്കൂ നിങ്ങൾ, ഭാര്യയ്ക്ക് സമ്മാനം കൊടുത്തു നോക്കൂ നിങ്ങൾ, ഭർത്താവിന് സമ്മാനം കൊടുത്തു നോക്കൂ, അയൽവാസിക്ക്. അത് മനുഷ്യരുടെ ഇടയിൽ ഹുബ്ബുണ്ടാകാനുള്ള വഴിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സലാം പറയാ,
പരസ്പരം കാണുമ്പോൾ സലാം പറയും. അത് പരസ്പരം ഇഷ്ടമുണ്ടാക്കുന്ന വഴിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതേപോലെ തന്നെ വിഷമങ്ങളിൽ കൂടെ നിൽക്കും. ഒരാൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നമുക്ക് സാധ്യമായ രീതിയിൽ അവരുടെ കൂടെ നിൽക്കാൻ വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം തക്ഷിഫു അൻഹു കുർബ, മനുഷ്യരുടെ പ്രയാസങ്ങൾ അകറ്റുക എന്നുള്ളതാണ്. ഏകദേശം നമ്മൾ ഈ പറഞ്ഞ ആശയത്തോട് യോജിച്ചു വരുന്ന കാര്യമാണ്. പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. പ്രയാസപ്പെടുന്ന ആളുകളെ അവരെന്ത് ചെയ്യുക? അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. നബി പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുർബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബി യൗമിൽ ഖിയാമ. അടിവരയിട്ട് പഠിക്കേണ്ട ഒരു ഹദീസാണ്. എന്താ നബി പറയുന്നത്? ഏതെങ്കിലും ഒരു മനുഷ്യൻ, ആരാണോ ഒരു വിശ്വാസിയുടെ ഐഹിക വിഷമങ്ങളിൽ ഒന്ന് നീക്കി കൊടുക്കുന്നത്, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തുണ്ടാകുന്ന നമ്മുടെ പ്രയാസങ്ങൾ പടച്ചോൻ നീക്കും. അപ്പൊ ദുനിയാവിൽ എന്ത് ചെയ്യുക? മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നീക്കിയാൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങൾ നീക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഒന്ന് അന്വേഷിച്ചിറങ്ങുക. പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടോ? ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാരുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഒരാളെ കുറിച്ച് പറഞ്ഞു, നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ നമ്മൾ അറിയാതെ പോവുകയാണ്. ഭക്ഷണത്തിന് വകയില്ലാത്ത, ഉറങ്ങാൻ വീടില്ലാത്ത, വേദനിക്കുന്ന 100,000 മനുഷ്യർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. 100,000 മനുഷ്യർ. നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പക്ഷെ എത്രയോ ആളുകൾ അവർ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ സങ്കടങ്ങൾ നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് ഗൗരവത്തിലാണ് വിശ്വാസികൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാളുടെ പ്രയാസം, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക? ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അവരുടെ പ്രയാസങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രദ്ധിക്കണം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ്, അവരനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പൊ നമ്മളത് അറിഞ്ഞു, നമുക്കത് മനസ്സിലായി. അപ്പൊ മനസ്സിലായ സ്ഥിതിക്ക് എന്ത് ചെയ്യുക? ആ മനസ്സിലായത് ഏറ്റവും മാന്യമായ രീതിയിൽ അത് പരിഹരിക്കാൻ, സുൽഹ് ഉണ്ടാക്കാൻ, നമ്മോട് ഉപദേശം ചോദിച്ചാൽ ഉപദേശം കൊടുക്കണം എന്നാ. അപ്പൊ സുൽഹ്, സന്ധി, പിന്നെ മധ്യസ്ഥത വഹിക്കുക എന്നൊരു നന്മയാണ്, മനുഷ്യരുടെ പ്രയാസങ്ങൾ നീക്കാനുള്ള വഴിയാണ്. ശാരീരികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ഏത് വിധത്തിലാണോ മനുഷ്യന്മാരുടെ പ്രയാസങ്ങൾ നീക്കാൻ സാധിക്കുന്നത്, അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം കടം വീട്ടി കൊടുക്കുക എന്നുള്ളതാണ്. തഖ്ലീ അൻഹു ദൈനൻ, മനുഷ്യന്മാരുടെ കടം വീട്ടുക. ഈ കടം എന്തിനാകണം? ഈ കടം നല്ല കാര്യത്തിന്, വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ കടം വാങ്ങുന്നതാകണം. കുറെ ആൾക്കാരുണ്ട് ഒരാവശ്യവും ഇല്ലാതെ കടം വാങ്ങും. നമ്മൾ മുമ്പ് ഒരു ഖുതുബയിൽ നമ്മളത് സൂചിപ്പിച്ചതാണ്, ഞാൻ അതിലേക്ക് പ്രവേശിക്കല്ല. എന്നാൽ രോഗം കാരണം അല്ലെങ്കിൽ വീടില്ലാത്ത വലിയ അനിവാര്യമായ സാഹചര്യത്തിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാരുണ്ടാകും. അവരെ നമ്മൾ സഹായിക്കണം. അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളടുത്താണ് കടം വാങ്ങിയത്, അങ്ങനെയാണ് എങ്കിൽ അവരുടെ സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. നമ്മൾ 1 വർഷം പറഞ്ഞു, 1 വർഷമായിട്ട് കിട്ടുന്നില്ല, നമ്മൾ അവരെ കാണുമ്പോൾ പ്രശ്നമല്ല, നീ സാവധാനം തന്ന, അതൊരു വലിയ അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇനി കടം വാങ്ങിയവരിൽ വല്ല ഞെരുക്കക്കാരനും ഉണ്ടായിരുന്നാൽ അവന് ആശ്വാസം ഉണ്ടാകുന്നത് വരെ ഇടകൊടുക്കുന്നത് വലിയ പുണ്യമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? കടബാധ്യതയുള്ള ആളുകൾ, നമ്മളിന്ന് വാങ്ങിയവരാകട്ടെ മറ്റുള്ളവരിന്ന് വാങ്ങി അവരെ സഹായിക്കുക, അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നാലാമത്തെ കാര്യം വിശപ്പകറ്റുക എന്നുള്ളത്. സഹോദരങ്ങളെ, ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ഭൗതികമായ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വിശപ്പാണ്. ഒരാൾ പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണം? അവരെ പരിഹരിക്കണം, അവരെ പരിഗണിക്കണം. അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്, പരലോകത്ത് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, വയുതഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ് അല്ലെ? അവർക്ക് ആഹാരത്തോട് പ്രിയമുണ്ടായിട്ടും പാവപ്പെട്ടവനും അനാഥനും തടവുകാരനും അവരത് നൽകുന്നു എന്നാണ് ഖുർആന്റെ ആയത്ത്. ഈ ചരിത്രം എന്താ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹു, അവര് വിശപ്പിലാണ്, അവര് പ്രയാസത്തിലാണ്. ഒരല്പം ഭക്ഷണം ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ അവർക്ക് ലഭിച്ചു, പൊടി ലഭിച്ചു. അവർ ആ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് ചോദിക്കുന്നത്, അത് അവർക്ക് കൊടുത്തു എന്നാ. അവരാവശ്യക്കാരാണ്, ആവശ്യമുള്ള സമയത്ത് പോലും അവർ കൊടുക്കാൻ തയ്യാറായി. ആ നന്മയെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് എന്ന് പിന്നെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി പറഞ്ഞു, ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു വജാഇഉൻ ഇലാ ജംബിഹി. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ?
നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെയൊക്കെ കൂടെ ജീവിക്കുന്ന പല ആളുകളും അവര് പട്ടിണി കിടക്കുന്നവർ, അവർ ഭക്ഷണം കഴിക്കും, നമ്മൾ അന്വേഷിക്കാറുണ്ടോ? അന്വേഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് താല്പര്യമുള്ള കാര്യമാണ്. നമ്മളിൽ നിന്ന് അല്ലാഹു ആഗ്രഹിക്കുന്ന കാര്യമാണ്. സമ്പത്തുണ്ടായിരിക്കെ അർഹരായ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരെന്ത് ചെയ്യുക? ചേർത്ത് പിടിക്കുക എന്നുള്ളത്. ഞാൻ പറയുന്നത്, ഒരു പക്ഷേ നമ്മളൊരു സമ്പന്നതയുടെ സൗകര്യങ്ങളുടെയൊക്കെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ കൂടെ അല്ലെങ്കിൽ വേറെ കുറെ നാട്ടിലുണ്ട്. നമ്മുടെ പള്ളിയിൽ നിന്ന് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, നമ്മുടെ പിതൃ സക്കാത്ത്, ഈ ഇരിക്കുന്ന ആളുകൾ നൽകിയ പിതൃ സക്കാത്ത് എവിടെ കൊടുത്തത്? നമ്മുടെ നാട്ടിൽ അത് വാങ്ങാനുള്ള ആൾക്കാർ കുറവാണ്. പാലക്കാട് ജില്ലയിലെ ഒരു ദരിദ്രരായ ഏറ്റവും അർഹരായ ആളുകളുടെ വീടുകളിലേക്ക് അത് എത്തി. നിസ്സാരമായ കാര്യം. അവർക്കത് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മളാരും അവരെ കണ്ടിട്ടില്ല, നമുക്ക് ആർക്കും പരിചയമല്ല. അങ്ങനെ ഒരു കൗമിന്റെ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ അതിന്റെ വിഹിതം എത്തിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ റമദാനിൽ സമ്പത്ത് പട്ടിണി കിടക്കുന്നത് കിറ്റായിട്ടും മറ്റും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, അതിനിയും തുടരണം. ഞാൻ ഈ വിഷയം എടുക്കാൻ തന്നെ കാരണം അതാണ്. നമ്മൾ റമദാൻ കഴിഞ്ഞാലും ഈ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരെ അടുത്ത റമദാൻ വരെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്. അവരെ പരിഗണിക്കേണ്ട ആളുകൾ നമ്മളാണ്. അപ്പൊ ഞങ്ങളൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രീറ്റ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ നടക്കും. ട്രീറ്റ് എന്നാണ് പേര്. ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു മാസത്തേക്കുള്ള ഭക്ഷണം നമ്മൾ വാങ്ങിക്കൊടുക്കും. എങ്ങനെ വാങ്ങിക്കൊടുക്കുക? നമ്മളാണ് കൊടുത്തതെന്ന് അറിയില്ല, അവർക്കും അറിയില്ല. അവർക്കൊരു കട നമ്മൾ നിശ്ചയിച്ചു കൊടുക്കും. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആ കടയിൽ നിന്ന് അവർക്ക് വാങ്ങാം. 2000 രൂപയാണ് ഒരു കുടുംബത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. ആ 2000 രൂപക്കുള്ള സാധനം അവർ ആരായി പൈസ കൊടുത്തതെന്ന് അറിയില്ല. കടക്കാരെന്ത് ചെയ്യില്ല, അത് ഇന്ന ആളാണെന്ന് പറയില്ല. ആ വീട്ടുകാർക്ക്, പാവപ്പെട്ട വീട്ടുകാർക്ക് ആ കടയിൽ വന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ എത്രയോ വീടുകളിൽ ഇന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ചെറിയൊരു കണക്കെടുത്തപ്പോൾ തന്നെ ഏകദേശം 40-ലധികം സ്ഥലങ്ങൾ, 40-ലധികം വീട് ഒരു ചെറിയ പ്രദേശത്ത് കേരളത്തിലെ മൊത്തം കണക്കെടുത്താൽ വലിയ ഒരു സംഖ്യ വീടുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ട് എല്ലാ മാസം. വിധവകളായ ആളുകൾ, അതേപോലെ തന്നെ പാവപ്പെട്ട സഹോദരികൾ, അങ്ങനെയുള്ള ധാരാളം ആളുകൾ. ഒരു വീട്ടില് കഴിഞ്ഞ ദിവസം വന്നൊരു കേസ്, മൂന്ന് സഹോദരികൾ. അതിൽ ഒരാൾക്ക് ഒരു മാസം മരുന്ന് വാങ്ങാൻ 9000 രൂപ, ഒരാൾക്ക് 5000 വേണം, വേറൊരാൾക്കും പൈസ വേണം. ആകെ ഒരു ആൺകുട്ടിയാണ് അവർക്കുള്ളത്. അവൻ ജോലിക്ക് പോകുന്നു. 500 രൂപയോ 600 രൂപയോ അയാൾക്ക് കിട്ടുക. എങ്ങനെയായിരിക്കും ആ വീട് മുന്നോട്ട് പോകുക? അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് മരുന്ന് വേണം, ഹോസ്പിറ്റലിൽ പോകണം. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി എന്ത് ചെയ്യണം? അത്തരം ആളുകൾക്ക്, ആ ആളുകളെ സഹായിക്കുക എന്ന് നമ്മുടെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം നന്മകളിൽ നമ്മളിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, ഞാൻ എണ്ണി പറഞ്ഞ 4 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah alladhi allama bil qalam allama al insana ma lam ya'lam wassalatu wassalamu ala ashrafil mursalin wa ala alihi wa ashabihi ajma'in amma ba'd. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 2ാമത്തെ ഖുതുബയിൽ ഒരു വിശ്വാസി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഏതാനും കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഒരാഴ്ച പിന്നിടുമ്പോൾ നമ്മൾ കേട്ട ഖുതുബയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നൊരു ആത്മപരിശോധന പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ 2ാമത്തെ ഖുതുബയിൽ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുന്ന, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന 6 അനുഗ്രഹീതമായ സമയങ്ങളുണ്ട്. 6 അനുഗ്രഹീതമായ സമയങ്ങളിൽ നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. അപ്പൊ ഇത് എല്ലാ ദിവസവും അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും ഈ സമയങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ സമയത്തെ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധ കാണിക്കണം. കാരണം ഇജാബത്തുള്ള സമയമാണ്, ഉത്തരം ലഭിക്കുന്ന സമയമാണ്. ഏതൊക്കെയാണ് ആ സമയങ്ങൾ? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രിയുടെ അവസാന 1/3, രാത്രിയുടെ അവസാനത്തെ 1/3, അഥവാ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുൻപുള്ള ആ സമയങ്ങൾ. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. യൻസിലു റബ്ബുന തബാറക വ തആല എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീസിൽ കാണാം, അള്ളാഹു രാത്രിയുടെ അവസാന ഭാഗത്ത് ഭൂമിയുടെ അടുത്തുള്ള ആകാശത്തിലേക്ക് ഇറങ്ങി വരും.
എന്നാൽ അള്ളാഹു ചോദിക്കും, ആരാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത്? ആർക്കാണ് എന്നോട് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അള്ളാഹ് പറയണം, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഉത്തരം നൽകാം. ആ സമയത്ത് നമ്മളിൽ പല ആൾക്കാർ ഉറങ്ങാണ്. അപ്പൊ ഉറങ്ങേണ്ട സമയമല്ല അത്. സാധാരണ പറയും ഫജ്റു സ്വാദിഖ് ഫജ്റുൽ കാദിബി എന്നൊരു പ്രയോഗം ഉണ്ട് അറബിയിൽ. ഫജ്റു സ്വാദിഖ് എന്ന് പറഞ്ഞാൽ സുബഹിന്റെ ശേഷമുള്ള, ബാങ്ക് കൊടുത്തതിന് ശേഷമുള്ള സമയമാണ്. ഫജ്റുൽ കാദിബ് എന്ന് പറഞ്ഞാൽ സുബഹിയുടെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയമാണ്. അതാണ് ഈ സമയം. ആ സമയത്ത് ഉണരണം. ആ സമയത്ത് ഉണർന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾ നിസ്കരിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അത് ഇജാബത്തുള്ള സമയമാണ്. രണ്ടാമത്തത് മഴ പെയ്യുന്ന സമയം. മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേൾക്കും. മഴ കൊണ്ട് ഒരുപാട് അദാബുകളുണ്ട്, മഴ കൊണ്ട് ഒരുപാട് നിഅമത്തുകളുണ്ട്. വളരെ വിശാലമായ മറ്റൊരു തലമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം ഭൂമിയിലേക്ക് വർഷിക്കുന്ന സമയമായിട്ടാണ് മഴയെ വിശ്വാസികൾ കാണേണ്ടത്. ആ സമയത്ത് നടത്തുന്ന പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല എന്ന് ഹദീസുകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വായിക്കാൻ പറ്റും. മൂന്നാമത്തത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ഏതാ സമയം നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് ഒരാൾ എന്ത് പ്രാർത്ഥിച്ചാലും അയാൾക്കത് കിട്ടും. സമയം ഏതാന്ന് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ ദിവസം ഒരു സമയമുണ്ട്, ഏതോ ഒരു സമയം, നമുക്കറിയാത്ത സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയവുമായി അയാളുടെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ അയാൾ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അയാൾക്ക് കിട്ടും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? സമയം അറിയാത്തതുകൊണ്ട് തന്നെ പറ്റുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ സമയം അള്ളാഹു നിശ്ചയിച്ച ആ സമയവുമായി യോജിച്ചു വന്നാൽ നമുക്ക് ഇജാബത്തുണ്ട്, നമുക്ക് ഉത്തരം കിട്ടും. പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അസർ നമസ്കാരത്തിന് ശേഷവും മഗ്രിബിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള സമയമാണ് ആ സമയമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം അത് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തത്, സുജൂദ് ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചാൽ അതിന് ഇജാബത്തുണ്ട്. സുജൂദിലെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. അതിന് വിഷയമുള്ളത് നിർബന്ധമായ നമസ്കാരങ്ങളിലെ പ്രാർത്ഥനകൾ പല പണ്ഡിതന്മാരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ജമാഅത്ത് നിസ്കാരങ്ങളിലൊക്കെ ഇമാമ് അയാൾ കുറേ നേരം പ്രാർത്ഥിക്കുന്ന പ്രശ്നമുണ്ട്. എന്നാൽ ഐച്ഛികമായ നമസ്കാരങ്ങളിൽ സുജൂദിൽ എന്ത് ചെയ്യുക? നമുക്ക് സുദീർഘമായി പ്രാർത്ഥിക്കുക. ഒരു അടിമ അള്ളാഹുവുമായി ഏറ്റവും അടുക്കുന്ന സമയമാണ് സുജൂദ്. ആ സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇജാബത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐച്ഛികമായി രാത്രി നിസ്കാരം, സുന്നത്ത് നമസ്കാരം, അതിലൊക്കെ സുജൂദിൽ കുറേ സമയം കിടന്ന് എന്ത് ചെയ്യുക? നമുക്ക് പ്രാർത്ഥിക്കാം. മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റും. മലയാളത്തിൽ പ്രാർത്ഥിക്കുക, ഒരു പ്രശ്നമല്ല. എന്നാൽ നിർബന്ധ നമസ്കാരങ്ങളിൽ എന്ത് വേണം? പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനകൾ തന്നെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. അഞ്ചാമത്തത്, നമസ്കാരത്തിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പുള്ള രണ്ട് അഭിപ്രായങ്ങൾ. ഇപ്പൊ അത്തഹിയാത്തിലെ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പ്രബലമായ അഭിപ്രായമാണ് അത്തഹിയാത്തിന്റെ അവസാന സമയത്ത്. അതേപോലെ തന്നെ സലാം വീട്ടി നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ രണ്ട് സമയവും നമുക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം. ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുക്കുന്നതിനിടയിൽ ഇപ്പൊ നമ്മളൊക്കെ പള്ളിയിൽ 20 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ ഒരു സമയം ഉണ്ടാകും. ഓരോ പള്ളികളിൽ വ്യത്യസ്തമായിരിക്കും. ആ സമയത്തെ പ്രാർത്ഥനകൾക്ക് എന്താണ്? ഇജാബത്ത്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ വന്നാൽ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് വന്നത് എങ്കിൽ ഖുർആൻ ഓതുന്നതിനേക്കാൾ നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ ഉപയോഗപ്പെടുത്തണം എന്നാ. നമ്മൾ ഖുർആൻ ഒന്നും തെറ്റായിട്ടല്ല, കൂലി കിട്ടൂല എന്നല്ല, പക്ഷേ അത് ഇജാബത്തുള്ള സമയമാണ്. പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടുന്ന സമയമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞ 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അള്ളാഹുവുമായി നമ്മൾ ഏറ്റവും അടുക്കുന്ന ഒരു സമയം സുജൂദും പ്രാർത്ഥനയൊക്കെയാണ്. ആ പ്രാർത്ഥനയ്ക്ക് റബ്ബ് നമുക്ക് ഉത്തരം നൽകുന്ന സമയമാണ്. ഹദീസുകളുടെ വെളിച്ചത്തിൽ 6 സമയങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞത്. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഖുത്ബയിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ കാരണം പല ആളുകളും വൈകിയാണ് പള്ളിയിലേക്ക് വരുന്നത്. ഞാൻ ആരെയും വിമർശിക്കാൻ വേണ്ടി പറയല്ല, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം, നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ദിവസം പടച്ചോ നമ്മളെ ജുമാക്ക് നേരത്തെ വരാൻ പറഞ്ഞിട്ട് എന്ത് നമുക്ക് വരാൻ പറ്റാത്തത്? എവിടെയാണ് നമുക്കുള്ള തടസ്സം? എന്താ? ഈ പള്ളിയിൽ കുറെ ആളുകൾ നേരത്തെ വന്ന ആൾക്കാർ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ആരെയും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞാൽ, കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ. പക്ഷെ എവിടെയോ ഒരു പൈശാചികത, ഒരു പിശാചിന്റെ വിളി ഉണ്ട്. നമ്മൾ ആ പിശാചിന്റെ ശ്രമങ്ങളെ പൊട്ടിച്ചു കളയേണ്ട ആൾക്കാരെ നമ്മൾ. ഏത് സമയവും മരിക്കാന്ന് പറയാൻ പറ്റില്ല. മരിച്ച കബറിൽ കൊണ്ടുപോയി വെച്ചാൽ, സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മൾ പിന്തി നിന്ന കുറെ നന്മകളെ കുറിച്ച് നമ്മൾ ആവലാതിപ്പെടും. നബി ഒരു കബറിന്റെ അടുത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. നബി പറഞ്ഞു, അയാൾ ഇപ്പൊ ആലോചിക്കണം, എന്താ നിങ്ങൾക്ക് അറിയോ? ആ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്നറിയോ?
സഹാബിൽ പറഞ്ഞു, നബി ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ നബി പറഞ്ഞു കൊടുത്തു. അയാൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ 2 റക്അത്ത് നിസ്കാരത്തെ കുറിച്ച് അയാൾ ആലോചിക്കുന്നത്. അത് നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര അഥവാ ദുനിയാവിനൊരു സമയം കിട്ടി, ഒരു നന്മ ചെയ്യാൻ ഒരു സമയം കിട്ടി, അത് ചെയ്യാതെ പോയി. അതിന്റെ വേദന അയാൾ അനുഭവിക്കുന്നത് ഖബറിലാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് പല ആളുകളും ജുമാക്ക് നേരം വൈകുന്നത് ശറഈയായ കാരണം കൊണ്ടല്ല. ശറഈയായ നമ്മുടെ മനസ്സ് എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, അത് അവസാനം പോയാൽ മതി എന്നൊരു ചിന്തയാണ്, അത് ലാസ്റ്റ് പോയാൽ മതി എന്നുള്ള ചിന്ത. അത് നമ്മൾ മാറണം. ഇത് ഗൗരവത്തിൽ എന്ത് കാണണം. അതേപോലെ തന്നെ പള്ളിയിൽ വന്ന നേരത്തെ 1ാമത്തെ സൊഫിൽ വന്നിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മളിത് മാറേണ്ട ആൾ, നമ്മൾ വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്മയിൽ തന്നെ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പെരുന്നാൾ ഖുത്ബയിൽ സൂചിപ്പിച്ച വാചകം ഒന്നുകൂടെ പറയുന്നു. വിശ്വാസി വിവേകമുള്ളവരാണ്. ഈ മേഖലയിൽ ഒരു കളവ് നമ്മൾ പറയാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന് ഒരു പൊള്ളയായ വാഗ്ദാനങ്ങൾ പറയാനോ അതേപോലെ തന്നെ അനാവശ്യമായ ഇടപെടലുകൾ നടത്താൻ ഒരു വിശ്വാസി തയ്യാറാകാൻ പാടില്ല. അവിടെ പരലോകം നഷ്ടപ്പെടുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിന്റെ പ്രകടനങ്ങളിൽ പോകുമ്പോഴും അതേപോലെ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപഴകുമ്പോഴും ഒരു വിശ്വാസിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തണം. 2, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വോട്ട് നമ്മുടെ അവകാശമാണ്. എല്ലാവരും വോട്ട് ചെയ്യണം. അത് മാറിക്കേണ്ട ആൾക്കാരല്ല. വോട്ട് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാതെ മാറിക്കല്ല. വോട്ട് ചെയ്യുന്നത് ശിർക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതൊന്നും ഇസ്ലാമിലില്ല. നമ്മൾ ജനാധിപത്യ രാജ്യത്താവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രക്രിയയിൽ ഭാഗവാക്കാകണം. പക്ഷെ അവിടെ ഇസ്ലാമിന്റെ മര്യാദകൾ എന്ത് പാലിക്കുക. രാഷ്ട്രീയമായി നമ്മൾ പല ആൾ വ്യത്യസ്തമായ കാഴ്ചപ്പാട്, അത് ഓരോരുത്തരെ എന്താ പറയുക വിവേചനാധികാരമാണ്. അതിലാരും എന്ത് ചെയ്യേണ്ടല്ല. അതിൽ പള്ളിയും കമ്മിറ്റിയും ഇടപെടേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സ്വയം തീരുമാനിക്കുക. അത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വോട്ട് ചെയ്യാതെ മാറിക്കാൻ നമ്മൾ സാധിക്കുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യണം, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരണമെന്ന് അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു, വലിയ പെരുന്നാളിന്റെ ഈദുൽ അദ്ഹയുടെ സമീപത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നുള്ളത് വലിയ പുണ്യം കിട്ടുന്നത്. കഴിഞ്ഞ ബലി പെരുന്നാളിലാണ് നമ്മുടെ പള്ളിയിൽ ആദ്യത്തെ പെരുന്നാൾ. കഴിഞ്ഞ ബലി പെരുന്നാളാണ്. ഏകദേശം 150ഓളം ആടുകളെ അറുക്കാൻ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖിനാൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ പള്ളിയുടെ കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വേഗം പേരുകൾ നൽകുക. നമുക്ക് ആടുകളെ ബുക്ക് ചെയ്യേണ്ടതുണ്ടാകും. അതിന്റെ സാമ്പത്തികമായ വശങ്ങളൊക്കെ കമ്മിറ്റിക്കാരുമായി സംസാരിച്ചിരുന്ന അത് മനസ്സിലാക്കുക. സാധിക്കുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യണം, ഉദ്ഹിയ്യത്ത് അറുക്കണം. നബി പറഞ്ഞത് ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിവുണ്ടായിട്ട് അറുക്കാത്തവൻ എന്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നൊരു വാചകം നമുക്ക് കാണാൻ പറ്റും. ആ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. പക്ഷേ പ്രബലമായ സുന്നത്താണ് ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും, സാധിക്കുന്ന മുഴുവൻ ആളുകളും എന്ത് ചെയ്യണം, ഉദ്ഹിയ്യത്ത് അറുക്കണം. നമ്മൾ ആ അറിവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബകളിൽ നമുക്ക് വിശദീകരിക്കാം. പള്ളിയുടെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്ത് പരലോകത്ത് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.